നമസ്കാരം. ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററി, ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മിതിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ലിഥിയം. ലിഥിയം ഉൽപ്പാദനത്തിൽ ശക്തിയാർജിക്കുന്ന രാജ്യങ്ങൾക്ക് ആഗോളതലത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഒപ്പം വാണിജ്യ മേഖലയിലും പുരോഗതിയുണ്ടാവും. ആഗോള വിപണിയിൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യക്കാരും ഏറെയാണ്. അത്തരമൊരു നേട്ടം കൈവരിക്കാൻ പോവുകയാണ് സൗദിയും. എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്രൂഡ് ഓയിൽ ഇതര ഉൽപ്പാദന മേഖല ശക്തമാക്കുന്നുണ്ടെങ്കിലും ഇന്നും രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ക്രൂഡ് ഓയിൽ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ 2027ഓടെ പുതിയൊരു എണ്ണ ഖനനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി അറേബ്യ. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലിഥിയത്തിലാണ് രാജ്യത്തിന്റെ പുതിയ പ്രതീക്ഷ. ഇതിനു പുറമെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ വരവോടെയും ക്ലീൻ എനർജിയിലേക്കുള്ള മാറ്റവും അന്താരാഷ്ട്ര രംഗത്ത് ലിഥിയത്തിന്റെ പ്രാധാന്യം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. ബാറ്ററികളിലും മറ്റും വലിയ സ്ഥാനമാണ് ലിഥിയത്തിനുള്ളത്. രാജ്യത്തെ കടൽ തീരങ്ങളിലെ എണ്ണപ്പാടങ്ങളിൽ വലിയ തോതിൽ ലിഥിയം കണ്ടെത്തിയതായി സൗദി അറേബ്യൻ ഖനന വകുപ്പ് സഹമന്ത്രിയായ ഖാലിദ് ബിൻ സാലിഹ് അൽ മുദൈഫിർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ലിഥിയത്തിന് പുറമെ സൗദി അറേബ്യയിൽ മറ്റ് പല നിർണായക ലോഹങ്ങളുടെയും പ്രത്യേകിച്ച് ബോക്സൈറ്റ്, കൊബാൾട്ട്, നിക്കൽ, സ്വർണം എന്നിവയുടെ സമ്പന്നമായ നിക്ഷേപമുണ്ട്. സ്വന്തം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ധാതുക്കൾ മറ്റ് രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തുന്ന പ്രവണതയും സൗദിക്കുണ്ട്. പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പാകിസ്ഥാനിലെ ഖനികളിൽ നിന്നും ചെമ്പ് ഖനനം ചെയ്യുന്നതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഗൾഫ് രാജ്യം. നിലവിൽ സൗദി അറേബ്യയ്ക്ക് ഓരോ വർഷവും 3,65,000 ടൺ ചെമ്പാണ് ആവശ്യമുള്ളത്. ചെങ്കടലിന്റെ തീരത്ത് സൗദി അറേബ്യ ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നതും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് വെഹിക്കിൾ ബ്രാൻഡായ കിങ് അബ്ദുള്ള കഴിഞ്ഞ വർഷം ഇക്കണോമിക് സിറ്റിയിൽ സിയർ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിനായി $1.3 ബില്യൺ കരാറാണ് പ്രഖ്യാപിച്ചത്. സൗദി അറേബ്യൻ സോവറിൻ വെൽത്ത് ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും ഫോക്സ്കോണും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് സിയർ ബ്രാൻഡ്. എണ്ണ ഖനനത്തിൽ നിന്ന് ലിഥിയം ഖനനത്തിലേക്കുള്ള പുതിയ മാറ്റം വിഷൻ 2030 പദ്ധതിയുമായി ചേർന്നു പോകുന്നതാണ്. ധാതു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക മുൻഗണനയും രാജ്യം നൽകുന്നു. സൗദി അറേബ്യയിൽ $2.5 ട്രില്യൺ ശേഷിയുള്ള ധാതു നിക്ഷേപമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 2030ഓടെ ഖനന വരുമാനം $17 ബില്യൺ നിന്ന് $64 ബില്യൺ ഉയർത്തുക എന്നതും രാജ്യത്തിന്റെ പ്രഖ്യാപിത നയമാണ്. ലിഥിയം ഖനനത്തിനായി ഖനന കമ്പനിയായ മാഡൻ, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ അരാംകോ എന്നിവരുമായി സൗദി അറേബ്യ അടുത്തിടെ ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലിഥിയത്തിന്റെ ആവശ്യം 20 മടങ്ങ് ഉയരുമെന്നും 2030ഓടെ രാജ്യം ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭരണാധികാരികൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.